നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാർ ആശുപത്രിയിൽ നിന്നും കാലാവധി കഴിഞ്ഞ മരുന്ന് 4 വയസ്സുകാരന് നൽകിയത് വിവാദമായി. നഴ്സിംഗ് മേഖലയിലെ ചൂഷണത്തിന് അറുതി വരുത്തണമെന്ന് നഴ്സുമാരുടെയും രക്ഷിതാക്കളുടെയും തൊടുപുഴ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജനശ്രീ മിഷൻ മുല്ലരിങ്ങാട് മണ്ഡലം വാർഷികവും ഏകദിന ക്യാമ്പും സമാപിച്ചു. സംഭാവന സമ്മേളനം സംസ്ഥാന ചെയർമാൻ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. ഇടവെട്ടി സരസ്വതി ശിശുമന്ദിരം UP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ തൊടുപുഴ മേഖലാ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PG ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സർക്കാർ ആശുപത്രിയിൽ നിന്നും കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയത് വിവാദമായി. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ നിന്നും 4 വയസ്സുള്ള കുട്ടിക്ക് കാലപ്പഴക്കം ചെന്ന മരുന്ന് നൽകിയെന്നാരോപിച്ചാണ് രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയത്. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തതായി പരാതി. കമ്പിപ്പാലത്തിന് സമീപം കദളിക്കാട്ട് വീട്ടിൽ KM മാനുവലിന്റെ ചെറുമകൻ 4 വയസ്സുകാരൻ ജോഹനാണ് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ നിന്നും 2 മാസം പഴക്കമുള്ള മരുന്ന് ലഭിച്ചത്. ചെവിവേദനയും ജലദോഷവും മൂലം ജോഹൻ വെള്ളിയാഴ്ചയാണ് അമ്മയോടൊപ്പം തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കാണുന്നതിനായി എത്തിയത്. തുടർന്ന് ജോഹൻ താലൂക്ക് ആശുപത്രി ENTയെ കാണുകയും ഡോക്ടർ ജോഹന് മരുന്ന് കുറിച്ചു നൽകുകയും ആശുപത്രി ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങുകയും ചെയ്തു. ഇതിനുശേഷം വീട്ടിലെത്തി ഗുളിക കഴിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഗുളിക പരിശോധിച്ചപ്പോഴാണ് ഗുളിക കാലാവധി കഴിഞ്ഞതാണെന്ന് മനസ്സിലായത്. ചെവിവേദനയ്ക്ക് 10 ഗുളിക വീതമുള്ള 2 സ്ട്രിപ്പാണ് ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയത്. അതിൽ ഒരു സ്ട്രിപ്പ് ഗുളികയിൽ ഗുളികയുടെ കാലാവധി തീരുന്നത് 1/12 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഗുളിക 2 മാസം പഴക്കമുള്ളതാണെന്ന് കണ്ടെത്തിയത്. ആശുപത്രിയുടെ ഈ അനാസ്ഥയ്ക്കെതിരെ ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് വീട്ടുകാർ. മാർച്ച് 2 തീയതി 11 മണിക്ക് കൊച്ചിനെ കാരിക്കോട് ആശുപത്രി കൊണ്ടുപോയി. കൊച്ചിന് പനിയും ചെവിവേദനയായിരുന്നു. അവിടുന്ന് ENT ഡോക്ടറെ കണ്ടു. ഡോക്ടർ മരുന്നിനെ കുറിച്ചു. 20 ഗുളികയും പുറത്തേക്ക് ഒരു സിറിപ്പിനും കുറിച്ച് തന്നു. മരുന്ന് കൊണ്ടുവന്ന് രാവിലത്തെ കൊടുത്തു. വൈകുന്നേരം കൊടുക്കാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഗുളിക എക്സ്പയർ ചെയ്താണ്. 3 മാസം പഴക്കമുള്ള ഗുളികയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളത് കൊടുത്തിട്ടില്ല. ആ വിവരം കൊച്ചിന് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു അസ്വസ്ഥത തോന്നി. അതുകൊണ്ടാണ് ഗുളിക വീണ്ടും ഞങ്ങൾ പരിശോധിക്കാനിടയായിട്ടുള്ളത്. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ കമ്മിറ്റി തൊടുപുഴ TC മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. കമ്മിറ്റി അംഗങ്ങളായ KI ഗോപിനാഥൻ നായർ, PK രാജൻപിള്ള, CJ കുര്യൻ, KP ജനാർദ്ദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു തീരുമാനം ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ഇവിടുന്ന് പോകുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചെയ്യണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ കുറഞ്ഞവര് നിരന്തരമായ സമരത്തിൽ കൂടെ മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇത് അവകാശം എന്ന് പറയുമ്പോൾ നമുക്കാരും ദാനം തന്നതല്ല, നേരെ മറിച്ച് കാലാകാലങ്ങളിൽ ഗവൺമെൻറ്റിൽ 10-30 വർഷം സർക്കാർ ജീവനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഭാവിയിൽ 55 വയസ്സ് കഴിയുമ്പോൾ ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചു തരുന്ന ഉത്തരവാദിത്വം. അന്യ സംസ്ഥാനങ്ങളിലും കേരളത്തിലും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ തൊഴിൽ രംഗത്ത് നേരിടുന്ന ചൂഷണത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നഴ്സസ് പേരൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നഴ്സുമാരുടെയും രക്ഷിതാക്കളുടെയും മേഖലാ കൺവെൻഷൻ നടത്തി. തുടർന്ന് ചേർന്ന കൺവെൻഷൻ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ രംഗത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ കുട്ടികൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ പഠിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് അധ്യക്ഷൻ ഇവിടെ പ്രസംഗം അവസാനിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികളെ അവരെ നമ്മൾ +2 വരെ പഠിപ്പിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിനുശേഷം പെൺകുട്ടികളാണെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ജോലി ലഭിക്കുവാൻ സാധ്യതയുള്ളത് നേഴ്സുമാർക്കാണ്. കുറേ നാളുകൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നു.
INPA തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് VP ജോർജ് അധ്യക്ഷത വഹിച്ചു. KJ ജോസഫ്, ഡോക്ടർ D സുരേന്ദ്രനാഥ്, ഡോക്ടർ V വേണുഗോപാൽ, N വിനോദ് കുമാർ, രാജു കൊന്നാനാൽ, CJ ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള നദ്വത്തുൽ മുജാഹിദീൻ യുവഘടകമായ ISMന്റെ ആഭിമുഖ്യത്തിൽ ദ ലൈറ്റ് ഇസ്ലാമിക് എക്സിബിഷൻ തൊടുപുഴ ടൗൺ ഹാളിൽ പ്രദർശനം തുടരുന്നു. ഇസ്ലാം ശാന്തിയുടെ മതം എന്ന സന്ദേശവുമായാണ് പ്രദർശനം നടത്തുന്നത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കേരള നദ്വത്തുൽ മുജാഹിദീൻ ഉപാധ്യക്ഷൻ HE മുഹമ്മദ് സേഠ് നിർവഹിച്ചു. യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. വെള്ളിയാഴ്ച ആരംഭിച്ച പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിൻ്റെ പോഷക സംഘടന, യുവജന പോഷക സംഘടനയായ ISMൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. കേരളത്തിലെ 200ഓളം സ്ഥലത്ത് നടത്താനുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഇടുക്കി ജില്ലയുടെ ഭാഗമെന്ന നിലയ്ക്ക് തൊടുപുഴയിൽ നടത്തുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലും പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ നിലയിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇസ്ലാമിനെക്കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അത് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം. അപ്പോൾ ഇത് പ്രമാണബദ്ധമായ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് പ്രമാണബദ്ധമായ കാര്യങ്ങളാണ്. ജനശ്രീ മിഷൻ മുള്ളരിങ്ങാട് മണ്ഡലം വാർഷികവും ഏകദിന ക്യാമ്പും മുള്ളരിങ്ങാട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. മണ്ഡലം ചെയർമാൻ PK ചാക്കോ അധ്യക്ഷത വഹിച്ച യോഗം DCC പ്രസിഡന്റ് റോയ് K പൗലോസ് ഉദ്ഘാടനം ചെയ്തു. നന്നായി നടക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ നമ്മുടെ 28 യൂണിറ്റുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്വപ്നം പറയുകയുണ്ടായി 50 യൂണിറ്റുകൾ അടുത്ത വർഷത്തേക്ക് ആക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, നിർദ്ദേശിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വലിയ പാഠമില്ല. ജില്ലാ ചെയർമാൻ YC സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദു സുധാകരൻ, KP വർഗീസ്, ബേബി വട്ടക്കുന്നൽ, TU ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ജനശ്രീ മിഷൻ മുള്ളരിങ്ങാട് മണ്ഡലം വാർഷികം സമാപിച്ചു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ലോൺ വിതരണവും നടന്നു. സംസ്ഥാന ചെയർമാൻ MM ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനശ്രീ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു നിയോജകമാണ് തൊടുപുഴ മണ്ഡലം. അത് മാറ്റിയെടുക്കാൻ വളരെ കാലമായി നടത്തുന്ന ശ്രമങ്ങൾ ഇപ്പോഴും പൂർണ്ണ വിജയത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് തൊടുപുഴയിലേക്ക് ഒരു യോഗത്തിന് വിളിച്ചപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി വരാൻ ഞാൻ സമ്മതിച്ചു. അതായത് ഈ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച നിങ്ങളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം തൊടുപുഴ നിയോജക മണ്ഡലത്തിലുടനീളം ജനശ്രീ സംഘങ്ങൾ കൂടുതൽ സംഘടിപ്പിക്കാനും ശക്തിപ്പെടുത്താനും. മണ്ഡലം ചെയർമാൻ PK ചാക്കോ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ലതിക സുഭാഷ് മുഖ്യപ്രഭാഷണം നടത്തി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി, ജനശ്രീ ബ്ലോക്ക് സെക്രട്ടറി TJ പീറ്റർ, ലിസി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ ഉപാസനയിൽ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ സുഗതകുമാരിയുടെ കവിതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. MK ജനാർദ്ദനൻ, അച്ചമ്മ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ലീലമ്മ വർഗീസ്, ലത വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വളരെ വിശിഷ്ടമായ ധന്യമായ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് കിട്ടിയ വിചാരങ്ങളെ ലോക ജനതയ്ക്ക് വേണ്ടി സമർപ്പിച്ച് എഴുതുകാരുണ്ട്. ഞാനിപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ഏപ്രിൽ ഒരു സംസാരം ഇവിടെ ഉണ്ട്. അതാണ് അന്ന സിവലിൻ്റെ നോവൽ വേൾഡ് എന്ന് പറഞ്ഞ ഇതാണ്. അന്ന സിവലിൻ്റെ നോവൽ ലോകത്തെക്കുറിച്ചൊരു പ്രഭാഷണം. ഈ അന്നയെ ഇതുപോലെ ഞാനിപ്പോൾ പറയുന്നില്ല, ഞാനിപ്പോൾ സുഗത ചേച്ചിയെ പറ്റി പറയുന്നില്ല. അന്ന് ഈ വളരെ വളരെ ആദ്യം പൂണ്ട ഒരു മനസ്സോടുകൂടി കഴിഞ്ഞ സമയം സുഗത ചേച്ചി എന്നോട് പറഞ്ഞു, എന്താണ് ഇങ്ങനെ പറ്റാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ദുഃഖമാണ്, വായന എനിക്ക് വളരെ ദുഃഖമാണ്, ഒരിക്കലും സന്തോഷം തന്നില്ല, എനിക്ക് മരിക്കാൻ തോന്നുന്നു ചേച്ചി, വണ്ടിക്ക് തലവശം മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ. ഇടവെട്ടി സരസ്വതി ശിശുമന്ദിരം UP സ്കൂൾ വാർഷികവും രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, മാതാപിതാക്കൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ കുട്ടികളെ മാത്രം സ്റ്റേജിൽ പ്രോഗ്രാമുകൾ ചെയ്യിച്ച് അവരുടെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു അവസരമായിരുന്നു അന്ന്. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി സ്കൂൾ വാർഷികം എന്നാൽ കുട്ടികളുടെ ഒരു ആഹ്ലാദ ദിവസം തന്നെയാക്കി മാറ്റിയിരിക്കുകയാണ്. ഏത് കുട്ടിക്കും സ്റ്റേജിൽ കയറി പ്രസംഗിക്കുവാനും ആടുവാനും പാടുവാനുമുള്ള
അവസരമുണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസം മുമ്പോട്ട് പോകുന്നത്. വിദ്യാലയ ഉപാധ്യക്ഷൻ CS ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമിതി അധ്യക്ഷൻ PS ശിവശങ്കരൻ സ്വാഗതം പറഞ്ഞു. ഹെഡ് മാസ്റ്റർ MK തങ്കപ്പൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KP വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ തൊടുപുഴ മേഖലാ സമ്മേളനം തൊടുപുഴ റെസ്റ്റ് ഹൗസ് ഹാളിൽ നടത്തി. AKBEF ജില്ലാ സെക്രട്ടറി PK ജോൺ അധ്യക്ഷത വഹിച്ച യോഗം യൂണിയൻ വൈസ് പ്രസിഡന്റ് PJ ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഷെയർ 100 രൂപ ആ സമയത്ത് ഈ 3 വർഷം 4 വർഷത്തിന് ഇടയ്ക്ക് കൂടിയാൽ ഈ MDക്ക് മാത്രം പോക്കറ്റിൽ 5 പൈസ മുടക്കാതെ MDയുടെ പോക്കറ്റിലേക്ക് വീഴുന്നത് 20 കോടി 50 ലക്ഷം രൂപയാണ് ഒറ്റ ആളുടെ പോക്കറ്റിലേക്ക്. ആ തരത്തിലാണ് ഈ ഇവിടെ പറയുന്നത്. ഈ പോളിസികൾക്ക് എതിർത്തിട്ടാരാ ഇവിടെ ഏതെങ്കിലും പൊതുജനങ്ങൾ വന്ന് നിൽക്കുമോ? മറ്റുള്ള ആൾക്കാർ ഇതിനകത്ത് പ്രശ്നം അവരൊന്ന് നിൽക്കുമോ? ആൾക്കാർക്ക് അതിനകത്ത് വലിയ താല്പര്യം. കാരണം ഇത് നമ്മുടെ ചോറാണ്. ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറാണ് അല്ലേ? ഇത് നിലനിന്നാൽ മാത്രമേ എനിക്ക് 60 വയസ്സിൽ ജോലി ചെയ്തിട്ട് പെൻഷൻ വാങ്ങിച്ച്. FBEU അസിസ്റ്റന്റ് സെക്രട്ടറി AK വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. NP ജോസഫ്, AC ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പുഷ്പകൃഷി വിവാദം വീണ്ടും ഉയരുന്നു. പുഷ്പകൃഷി വികസന സർവേയുടെ പേരിൽ സർക്കാർ ഫണ്ട് തിരിമറി നടത്തിയതിന് ജലവിഭവ മന്ത്രി PJ ജോസഫിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. ജോസഫ് പ്രസിഡന്റായ കടലാസ് സംഘടന പുഷ്പകൃഷിയുടെ വിപണിയുടെ സാധ്യതകളെക്കുറിച്ച് സർവേ നടത്താൻ കൈപ്പറ്റിയ 45 ലക്ഷം രൂപയിൽ 21,60,831 രൂപ തിരിമറി നടത്തിയെന്നാണ് കേസ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 406, 120B, 34 എന്നീ വകുപ്പുകൾ പ്രകാരം പണം തിരിമറി, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾക്ക് കേസെടുക്കാനാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി 3-ലെ മജിസ്ട്രേറ്റ് F. അഷിത ഉത്തരവിട്ടത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം. ജോസഫിന് പുറമെ ഫെഡറേഷൻ സെക്രട്ടറി CM മാത്യു, ട്രഷറർ തൊടുപുഴ സ്വദേശി മടത്തിക്കണ്ടം വീട്ടിൽ മാത്യു എന്നിവരാണ് മറ്റു പ്രതികൾ. തിരുവനന്തപുരം സ്വദേശി ആറ്റുകാൽ സുരേന്ദ്രൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. ഗവൺമെന്റ് ചീഫ് വിപ്പും കേരള കോൺഗ്രസ് നേതാവുമായ PC ജോർജ്, PK ശ്രീമതി MLA, മുൻ MLA AK മണി, കൃഷിവകുപ്പ് ഡയറക്ടർ എന്നിവർ കേസിൽ സാക്ഷികളാണ്. PC ജോർജ് ചെയർമാനും AK മണി, PK ശ്രീമതി എന്നിവർ അംഗങ്ങളുമായ നിയമസഭാ സമിതി പുഷ്പകൃഷി ഇടപാടിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരുന്നു. 2006 ഫെബ്രുവരി 15-നാണ് സമിതി ഈ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫ്ലോറികൾച്ചറിസ്റ്റ് എന്ന സംഘടനയുടെ പേരിലായിരുന്നു തിരിമറി. 1995-96 UDF ഭരണകാലത്താണ് പുഷ്പകൃഷി വ്യവസായത്തിന്റെ സംയോജിത വികസനം എന്ന പദ്ധതിയുടെ മറവിൽ നോഡൽ ഏജൻസിയായി ഫെഡറേഷൻ രംഗത്തെത്തി പണം കൈക്കലാക്കിയത്. നിശ്ചിത കാലയളവിന് ശേഷം സർക്കാർ നിരവധി നോട്ടീസ് നൽകിയിട്ടും സംഘടന സർവേ റിപ്പോർട്ട് നൽകിയില്ല. തുടർന്ന് സുരേന്ദ്രൻ ലോകായുക്തയ്ക്ക് പരാതി നൽകി. ലോകായുക്ത നിർദ്ദേശപ്രകാരം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ സർവേ നടന്നിട്ടില്ലെന്ന് കണ്ടെത്തി. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ LDF സർക്കാർ PJ ജോസഫ് ഉൾപ്പെടെ 3 പേരിൽ നിന്ന് 21.6 ലക്ഷം രൂപ പലിശ സഹിതം തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ടിരുന്നു. മന്ത്രിക്കും കൂട്ടുപ്രതികൾക്കുമെതിരായ കേസ് വിജിലൻസ് കോടതിയിൽ നിലവിലുണ്ട്. ഈ കേസിൽ വിജിലൻസ് മന്ത്രിക്ക് അനുകൂലമായ നിലപാട് ഭരണസ്വാധീനത്താൽ സ്വീകരിക്കുമെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ ഹാജരായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ആശുപത്രിയിൽ നിന്നും കാലാവധി കഴിഞ്ഞ മരുന്ന് 4 വയസ്സുകാരന് നൽകിയത് വിവാദമായി. നഴ്സിംഗ് മേഖലയിലെ ചൂഷണത്തിന് അറുതി വരുത്തണമെന്ന് നഴ്സുമാരുടെയും രക്ഷിതാക്കളുടെയും തൊടുപുഴ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജനശ്രീ മിഷൻ മുല്ലരിങ്ങാട് മണ്ഡലം വാർഷികവും ഏകദിന ക്യാമ്പും സമാപിച്ചു. സംഭാവന സമ്മേളനം സംസ്ഥാന ചെയർമാൻ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. ഇടവെട്ടി സരസ്വതി ശിശുമന്ദിരം UP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ തൊടുപുഴ മേഖലാ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PJ ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.